പത്രം വായിച്ചാൽ സംസാരിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് അറിയാം? ഞാനൊരു പത്രം എടുക്കട്ടെ, ഹിന്ദു ന്യൂസ് പേപ്പർ എടുക്കാം. കാണാം. The free movement of people and ideas is integral to a globalized world, but India continues to send out conflicting signals on discount. On the one hand, it wants to welcome technology capital and know how from all corners of the world, but on the other, it is also trying to insulate itself, feeling insecure about an alleged global conspiracy against it. എന്തെങ്കിലും മനസ്സിലായോ? യെസ് ഓർ നോ? എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. അതാണ്, നമുക്കത് മനസ്സിലാവില്ല. അത് മനസ്സിലാവാത്ത രീതിയിലാണ് പത്രങ്ങളിൽ ഇത് എഴുതുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, പത്രത്തിൽ വരുന്നത് നമ്മുടെ സംസാര ഭാഷയോ സിമ്പിൾ ലാംഗ്വേജോ ഒന്നും അല്ല. ഇത് മലയാള പത്രം എടുത്താലും അങ്ങനെ തന്നെ. നിങ്ങൾ ഏതോ ഒരു ശങ്കരാടിയുടെ ഒരു സംഭവത്തിൽ ഒരു എന്താണ് പ്രകടനവാദികളും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആ ഡയലോഗ് കേട്ടിട്ടുണ്ടോ? അപ്പോൾ അമ്മാതിരിയുള്ള ഒരു ലിറ്ററേച്ചർ സംഭവമാണ് പത്രത്തിൽ എഴുതുന്നത്. ഇതും നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഇംഗ്ലീഷുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ലാംഗ്വേജ്. ഇറ്റ്സ് കോൾഡ് റിട്ടൺ ഇംഗ്ലീഷ്. റിട്ടൺ ഇംഗ്ലീഷ് അച്ചടി ഭാഷ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിലാണ്. ഇതുമായിട്ട് ബന്ധമേ ഇല്ല.